ഒരൊറ്റ ഫ്രെയിമിങ്. ആനയുടെ മസ്തകത്തിനോട് നേരെ ഇന്ന് മലയെണ്ണാൻ നിൽപ്പുണ്ട്. ഇവിടെ ബൈക്ക് നോക്കണേ, ബൈക്ക് നോക്കി. പോട്ടെ 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 പോട്ടെ. ബന്ദിപ്പൂർ യാത്ര എന്ന് പറഞ്ഞാൽ ഉലകം ചുറ്റുക എന്നർത്ഥം. ഞങ്ങളുടെ ഒരു ദിനം രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള സമയങ്ങൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് സമർപ്പിക്കട്ടെ. ബന്ദിപ്പൂർ ബന്ദികളുടെ മാത്രം നാടല്ല, ഗോപാൽ സ്വാമിയെ എല്ലാ ദിവസവും കാണാനെത്തുന്ന കൊമ്പന്റെ നാട്. കത്തിക്കരിഞ്ഞിട്ട് ഒരു ഫീനിക്സ് പക്ഷിയെപ്പോൾ പച്ചപ്പിൽ ഉയർത്തെഴുന്നേറ്റ കന്നഡ നാട്. കാടടക്കി വാഴുന്ന വലിയ പൂച്ചകളുടെയും വരയൻ പൂച്ചകളുടെയും നാട്. കേരളവും തമിഴ്നാടും കൈകോർത്ത് വലയം ചെയ്ത കർഷകന്റെ നാട്. വനവന്യജീവി കാഴ്ചകളാൽ തലയെടുത്തു നിൽക്കുന്ന കൊമ്പന്മാരുടെ നാട്. ആനയും കടുവയും കരടിയും കരിമ്പുലിയും മാനും മയിലും കാട്ടുപോത്തും മ്ലാവും മലയെണ്ണാനും പൂച്ചയും പുലിയുമെല്ലാം വിഹരിക്കുന്ന കർണാടകത്തിൻ്റെ കോട്ട കൂടിയ നാടാണ് ബന്ദിപ്പൂർ. ഇവിടെ വന്നാൽ നമുക്ക് എന്തൊക്കെ കാണാൻ കഴിയും, എവിടെയൊക്കെ നമുക്ക് പോകാൻ സാധിക്കും, ഇതാണ് ഇന്നത്തെ നമ്മുടെ കാഴ്ച. ആനക്കൂട്ടങ്ങളും ക്രസ്റ്റഡ് ഹോക്കികളും ഒറ്റയനും കുട്ടിക്കൊമ്പനും സാമ്പാർ ഡിയറും ഗ്രേലങ്കൂറും കാഴ്ചകളാകുമ്പോൾ കാഴ്ചകൾ മുഴുവനായി 4K മികവിൽ വലിയ സ്ക്രീനിൽ കാണുവാൻ ശ്രമിക്കുമല്ലോ. ഒപ്പം നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. രാവിലെ തന്നെ എഴുന്നേറ്റു ലിവിൻ ഉണ്ടാക്കിയ ബ്രൊക്കോളി പുഴുങ്ങിയതും കഴിച്ച് നേരെ വണ്ടിയിൽ കയറി. മസനഗുഡി വഴി ഊട്ടിക്കല്ല, ബന്ദിപ്പൂരിൽ നിന്ന് മുതുമല വഴി മസനഗുഡിക്കാണ്. കൂടെ മയാറും സിംഗാരും കയറണം. ഊട്ടി റോഡ് വഴി കയറി മുതുമലയിലെ കാട്ടുപാതകളെല്ലാം ആസ്വദിച്ചൊരു ദിനം. മാനും മയിലും ആനയും ക്രസ്റ്റഡ് ഹോക്കികളുമെല്ലാം കാഴ്ചകളാകുമ്പോൾ കാട്ടുവഴികളുടെ മനോഹാരിത ആദ്യമായി ആസ്വദിക്കുകയായിരുന്നു അനിയൻ ലിജോ. മുന്നിൽ വന്ന ആനക്കൂട്ടങ്ങൾക്കൊപ്പം കുട്ടി ആനകളുമുണ്ട്. സെന്ന എന്ന അധിനിവേശ സസ്യത്തിൻ്റെ മറവിൽ വീണ്ടും അവ കാഴ്ചകളായപ്പോൾ അത് ക്യാമറയ്ക്ക് നല്ല ഭംഗിയുള്ള കാഴ്ചകൾ തന്നെയായിരുന്നു. എന്നാൽ ഈ സസ്യങ്ങൾ ഈ കാടിനെ വിഴുങ്ങുകയാണെന്ന് ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. പടർന്നു പന്തലിച്ചു അവ വളരുമ്പോൾ സ്വാഭാവിക സസ്യങ്ങൾ ഇല്ലാതാകുകയും കാടിനെ ലെൻഡാന സെന്ന പോലുള്ള സസ്യങ്ങൾ വിഴുങ്ങുകയും ചെയ്യും. മുതുമല വഴി മസനഗുഡി എത്തി മയാർ കയറുമ്പോൾ മ്ലാവുകൾ കാഴ്ചകളായി. തൊട്ടടുത്ത് ഗ്രേ ലങ്കൂറുകളുമുണ്ട്. 2 ജീവികളും ആഹാരം കഴിപ്പിൻ്റെ തിരക്കിലാണ്. വലിയ പച്ചപ്പുള്ള സ്ഥലങ്ങളല്ല എങ്കിലും അവയ്ക്കുള്ള ആഹാരം ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ അവ കൂട്ടമായി ഈ പരിസരത്തുണ്ട്. മുന്നിലുള്ള മ്ലാവുകൾക്ക് കൊമ്പ് കൊഴിഞ്ഞ് പുതിയ കൊമ്പുകൾ മുളച്ചു വരുന്നതേ ഉള്ളൂ. ഇരുണ്ട നിറത്തിൽ സൂര്യപ്രകാശം കൊമ്പുകളിലേക്ക് അടിക്കുമ്പോൾ അവയുടെ കൊമ്പുകൾക്ക് ചുറ്റുമുള്ള രോമങ്ങൾ തിളങ്ങുന്നുണ്ടായിരുന്നു. ഒരു ഫോട്ടോഗ്രാഫർക്ക് അനുയോജ്യമായ ഫ്രെയിമിൽ സാമ്പാർ ഡിയർ കാഴ്ചകളായപ്പോൾ അവയൊരു ശല്യവും ചെയ്യാതെ നിശബ്ദമായി അവയ്ക്കരികിൽ നിന്ന് നമ്മളത് പകർത്തുന്നുണ്ടായിരുന്നു.
അതൊരു ചെറിയ കാവുള്ള സാധനം. അയ്യോ വെട്ടല്ലോ. മുറ്റല്ലേ? ഏതാടിയ? അപ്പുറത്തേനകത്ത് നീതിയാണ് രണ്ടും കിട്ടുമല്ലോ ഇപ്പോൾ. അത് മാന പുള്ളിമാന. മതിയടാ പോട്ടെ. ഇത് മതി. വണ്ടി കുറച്ച് മുന്നിലേക്ക് നീങ്ങിയപ്പോൾ കാഴ്ചകളായി കരടി. കുറച്ച് ഉള്ളിലായാണ് അത് നിൽക്കുന്നത്. കാഴ്ചകൾ വ്യക്തമല്ല. എങ്കിലും കുറച്ചു സമയം അതിനായി കാത്തു നിന്നു. അതിനുശേഷം അവിടെ നിന്ന് ഞങ്ങൾ സിംഗാരയിലേക്ക് നീങ്ങി. അമ്പാടിയുടെ ഏറ്റവും കൂടുതൽ ജനവാസത്തോട്ട് അല്ലട്ടുണ്ട്. അതിനിങ്ങോട്ട് പോകാനുള്ള അവനവിടെ ക്രോസ് ഇട്ടിരിക്കുന്നുണ്ടോ പോകാത്ത ഒരു ഭയങ്കര സാമ്പാടികത കേട്ടോ. സിംഗാരയുടെ മനോഹാരിതയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ കൺമുമ്പിൽ നാടൻ പോത്തുകൾ. കടുവകൾ വിഹരിക്കുന്ന ഈ കാട്ടിൽ കഴിഞ്ഞ ദിവസം പുലിയെ കണ്ട അതേ സ്ഥലത്തു കൂടിയാണ് ഇവയുടെ പോക്ക്. നാടും കാടും തമ്മിൽ ഇഴുകിച്ചേർന്ന് കിടക്കുന്ന സ്ഥലത്ത് മേയാൻ വിട്ടതാണ് ഇവയെ. സിംഗാരയുടെ ആഴങ്ങളിലേക്ക് ചെന്നാൽ വന്യജീവി ആക്രമണങ്ങൾ ഇവിടെ കുറവാണ്. അനേകം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമായിട്ടും ഇവിടെ അധികം പ്രശ്നങ്ങളില്ലാത്തത് വിവേകപൂർവമായ അവിടുത്തെ ജനങ്ങളുടെ പെരുമാറ്റം തന്നെയാണ്. വനം എന്തെന്നും വന്യജീവികൾ എന്തെന്നും കൃത്യമായി മനസ്സിലാക്കിയാൽ പല സ്ഥലത്തും പ്രശ്നങ്ങൾ കുറയുമെന്ന കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ കൊടി പിടിച്ച് പ്രക്ഷോഭത്തിനിറങ്ങിയാൽ മാത്രം പോരാ. ഇതിനെക്കുറിച്ച് കൃത്യമായ ബോധവും പഠനവുമാണ് അത്യാവശ്യമായി വേണ്ടത്. ആർക്കും പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകുവാൻ വനപാലകരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക. കൂടെ നമ്മുടെ ചിന്തകളും നേർവഴിക്ക് കൊണ്ടുവരിക. പ്രശ്നങ്ങൾക്ക് പരിഹാരം തനിയെ ഉണ്ടാകും. മുതുമല റൂട്ടിലാണ് നമ്മൾ. മുന്നിൽ ചെറിയൊരു കൊമ്പൻ കാഴ്ചകളായുണ്ട്. അവനങ്ങനെ പുല്ലു മേഞ്ഞു നിൽക്കുന്നു. കുറച്ചു സമയം അവനെ പകർത്തി മുന്നോട്ട് വിട്ടു.
ആളുകളിൽ തടസ്സമാകാതെ മുന്നോട്ട് പോയി ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ കൊമ്പൻ വഴിക്ക് അപ്പുറം നിൽക്കുന്നു. വഴിയിൽ കാഴ്ചക്കാർ പലരുമുണ്ട്. ഞങ്ങൾ കുറച്ച് മാറ്റി നിർത്തി അവന്റെ കാഴ്ചകൾ പകർത്തി. വളവിൽ പെട്ടെന്ന് ആനയെ കണ്ട് വെട്ടിത്തിരിഞ്ഞ് പലരും പോകുന്നുണ്ട്. കൂടെയുള്ള എല്ലാവരും അവരവരുടെ ഫോണുകളിൽ ക്യാമറകളിലും എല്ലാം മാറി മാറി കാഴ്ചകൾ പകർത്തുമ്പോൾ ബോണസായി ഒരു കാഴ്ച കൂടി മുന്നിലെത്തി. ആനക്കാഴ്ചയ്ക്ക് മുന്നിൽ പിടന്നു കിടക്കുന്ന കാട്ടുമുള്ളിൽ കൂടി മലയണ്ണാൻ കടന്നു വന്നു. അവൻ പതിയെ കടന്ന് കുറച്ചു സമയം കാഴ്ച തന്നു. പിന്നീട് മുകളിലേക്ക് കടന്നുപോയി. മുന്നിലുള്ളത് കുട്ടിക്കൊമ്പനെങ്കിലും അവൻ ശാന്തനാണ്. നന്നായി ആസ്വദിച്ച് പുല്ല് മേഞ്ഞു നിൽക്കുന്ന അവനരിയിലേക്ക് പോകാമെന്ന് പലപ്പോഴും കൂടിയുള്ളവർ പറയുന്നുണ്ടായിരുന്നു. സ്നേഹപൂർവ്വം അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു. നമുക്ക് മുമ്പിൽ ശാന്തനായി നിന്ന അവൻ്റെ കാഴ്ചകൾ കുറേ സമയം പകർത്തി. അവനോട് യാത്രയും പറഞ്ഞ് മസനഗുഡിക്ക് കയറുകയാണ് വീണ്ടും. മസനഗുഡി കയറി തിരിച്ചു വരുമ്പോൾ മുന്നിൽ ആനക്കൂട്ടങ്ങൾ. ഇടതുവശത്തുകൂടി കുട്ടിയാനയുമായി ഒരു പിടിയാന ബാൽക്കണി കാഴ്ചയെ നടന്നു നീങ്ങി. ആഹ, എന്താ കാഴ്ച! ഇടതുവശത്തായി ഇവർക്കായി കാത്തു നിൽക്കുന്ന ആനക്കൂട്ടങ്ങളെ അധികം പകർത്തുവാൻ പോലും തുനിയാതെ നമുക്ക് മുന്നിലുള്ള ഈ ബാൽക്കണി കാഴ്ച കണ്ടും ആസ്വദിച്ചു പകർത്തിയും വണ്ടി മുന്നോട്ട് വിട്ടു. അതുവരെ പിടിച്ചിട്ട് വണ്ടികൾ നിർത്തിയിട്ടിരിക്കുന്നു. ആനകളാണ്, ഉറപ്പാണ്. ഒറ്റയനാണ് മുന്നിലുള്ളത്. ആന മുന്നിൽ തന്നെയുണ്ട്. ആനകൾ എന്നും നമുക്ക് ആവേശം തന്നെയാണ്. ദൂരെ നിന്ന് തന്നെ ആ വലിയ കൊമ്പന്റെ കാഴ്ചകൾ കണ്ടു. വഴി ക്രോസ് ചെയ്ത് അപ്പുറം പോവുകയാണ്. അവന്റെ അരികിലേക്ക് എത്തുമ്പോൾ അവനും നമുക്കൊരു ഗംഭീര കാഴ്ചകളായി. അതും ബാൽക്കണി കാഴ്ച. കൊമ്പനാണോ നിൽക്കുന്നത്? ഞങ്ങൾ അങ്ങോട്ട് പോകണ്ടേയാ? ആണ്ട ആന ഒറ്റയാൻ ഹോൺ അടിച്ചാൽ തിരുമ്പി വരും.
ഫ്രണ്ട് നോക്കിയടാ. നമുക്ക് മുമ്പിലുള്ള കൊമ്പൻ വലതുവശം ചേർന്ന് നടന്നു നീങ്ങുകയാണ്. വണ്ടികൾ ബ്ലോക്ക് ആവാതെ അവനെ സാവധാനം പകർത്തി മുന്നോട്ട് നീങ്ങുമ്പോൾ നേരം ഇരുട്ടി തുടങ്ങിയിരുന്നു. കാടിന്റെ പല സ്ഥലത്തും ആനകളുടെ സാന്നിധ്യം അറിയുന്നുണ്ട്. ബന്ദിപ്പൂർ റോഡിൽ ആനകൾ ഉണ്ടാകും ഉറപ്പാണ്. ഈ സമയത്തെ യാത്രകൾ സൂക്ഷിക്കേണ്ടത് തന്നെയാണ്. മസിനഗുഡ് വഴി മുതുമല എത്തി ബന്ദിപ്പൂർക്ക് ഒരു യാത്ര ഏതൊരു സഞ്ചാരിയുടെയുമല്ല, എൻ്റെ സ്വപ്ന വഴികളും സ്വപ്നയാത്രകളുമാണ്. കാഴ്ചകൾ കൊണ്ടെന്നും വിസ്മയം തീർപ്പിക്കുന്ന തമിഴ്നാട് കർണാടക കാടുകൾ കൂടിയുള്ള രാത്രിയിലുള്ള യാത്ര. അതനുഭവിച്ചാൽ മാത്രമേ അറിയുവാൻ സാധിക്കൂ. കാണുക. പറഞ്ഞു കാഴ്ചകളെ ചെറുതാക്കുന്നില്ല. അല്ല ഇതൊന്നും എടുത്തിട്ട് ഒരു കാര്യമില്ല. മൊത്തത്തിൽ ഒന്ന് അടിച്ച് കണ്ടിട്ട് പോകും. ബന്ദിപ്പൂർ, മുതുമല, മസനഗുഡി, മായാർ, സിംഗാര, ഊട്ടി റോഡ് കാഴ്ചകളാണ് ഈ കാഴ്ചകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 7 മണി വരെ നീണ്ട ഉലകം ചുറ്റൽ. കാഴ്ചകൾ കൊണ്ടെന്നും വിസ്മയം തീർക്കുന്ന MDയുടെ സ്വന്തം ബന്ദിപ്പൂർ മുതുമല യാത്ര. ആ വലിയ ദിവസത്തെ വലിയ കാഴ്ചകളിൽ നിന്നും മടങ്ങുമ്പോൾ കാഴ്ചകൾ വീണ്ടും നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് വിലപ്പെട്ടതാണ്. തുറന്ന മനസ്സാലെ കമൻറ്റുകളായി അറിയിക്കുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും ശ്രമിക്കുക. പുതിയ കാഴ്ചകളും പുതിയ അനുഭവങ്ങളുമായി വീണ്ടും എത്തുന്നതാണ്. സപ്പോർട്ട് ചെയ്ത ഏവരോടും നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ. വീണ്ടും കാണാം. ജൂബി കരിക്കാടൻ MTA. അങ്ങനെ തന്നെ പോട്ടെ. വേണ്ട വേണ്ട, പോട്ടെ 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 അത് ഭയങ്കര കൊമ്പൻ. അവൻ മിക്കാറ് കുത്തു പിടിച്ചാവും. മട്ട ഇട്ട് കണ്ടോണ്ടിരിക്കുക. ഫോട്ടോ പോയി.